ഏട്ടാ, ഇന്നെന്റെ ആദ്യത്തെ സാലറി കിട്ടി. ഇത് ഏട്ടന്റെ കയ്യിലിരിക്കട്ടെ. വേണ്ട മോളെ, ഇത് നിന്റെ തന്നെ ഇരിക്കട്ടെ. ഈ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് ഏട്ടനല്ലേ? ഇവിടുത്തെ ആവശ്യങ്ങളെല്ലാം ഏട്ടനല്ലേ നടത്തി തരുന്നത്? എന്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോകുന്നതിന് മുൻപും എന്റെയും എന്റെ മോളുടെയും എല്ലാ കാര്യങ്ങളും ഏട്ടൻ തന്നെയല്ലേ നോക്കിയിരുന്നത്. ഇനിയും നോക്കും, അതെനിക്കറിയാം. അതുകൊണ്ട് ഇത് ഏട്ടൻ തന്നെ വെച്ചോ. ഏട്ടൻ ഈ സ്നേഹം മാത്രം മതി മോളെ. ഈ പണം കുഞ്ഞുമോക്ക് വേണ്ടി നീ സൂക്ഷിച്ചു വെക്ക, അത് മതി. കുടുംബത്തിന്റെ ചെലവൊക്കെ കഴിഞ്ഞു വെക്കോളും. കാലക്കളിയ പാരീസ് ഫാമിലി ആയിട്ട് പോവാൻ ഉഗ്ര സ്ഥലമാണ്. അളിയൻ എന്തായാലും ഇപ്പൊ നല്ല കാലമാണ് അല്ലേ സമൃദ്ധേ? ഭാഗ്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നോണ്ടിരിക്കുകയല്ലേ. കൺഗ്രാറ്റ്സ് അളിയ. സമൃദ്ധയ്ക്കും ഈ യാത്ര നല്ലൊരു മാറ്റവും. എന്തായാലും നിങ്ങൾ ലക്കി ഫാമിലിയാ. ഇനിയപ്പോ കാശ്മീരിൽ പോക്ക് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യോ? അതോ പാരീസിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കാശ്മീരിൽ പോവോ? അവര് രണ്ടിടത്തും പോവും. നിനക്കെന്ത് വേണം? എനിക്കൊന്നും വേണ്ടായേ, ഞാൻ ചോദിച്ചത് തിരിച്ചെടുത്തു. സമൃദ്ധ, നീയും കൂടി ഇരിക്കും മോളെ. വന്നിരിക്കും മോളെ, വാ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? പാരീസിൽ പോകാൻ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ട് നിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ. അവന്റെ മുഖത്ത് മാത്രമല്ല, സമൃദ്ധിയുടെ മുഖത്തുമില്ല. എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മ, ഇവർക്ക് ചുമ്മാ തോന്നുന്നതാ. സമൃദ്ധയുടെ വിഷമങ്ങളൊക്കെ മാറിക്കോളും. ഭർത്താവിന്റെയും മോളുടെയും കൂടെ അല്ലേ പോകുന്നത്. കഴിക്കേ. അല്ലെങ്കിലും ജീവിതം പെട്ടെന്ന് ചില സർപ്രൈസുകൾ മുന്നിൽ വെക്കുമ്പോ നമ്മൾ ആരായാലും ആദ്യം ഒന്ന് വെപ്രാളപ്പെട്ടു അല്ലേളിയാ? ഇതുപോലുള്ള യാത്ര ഇടയ്ക്കൊക്കെ നല്ലതാ. പഴയതൊക്കെ മറക്കാനും പുതിയ സ്വപ്നങ്ങളൊക്കെ കാണാനും അല്ലേളിയാ? എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മേ, വിശപ്പ് തോന്നുന്നില്ല. അളിയാ, ഈ പാരീസിലേക്കുള്ള യാത്രയ്ക്ക് മുന്നേ ചില തയ്യാറെടുപ്പുകളൊക്കെ ആവശ്യമുണ്ട്. എന്തു പറ്റി മോനെ? നീ കഴിക്കുന്നില്ലേ? അളിയൻ കഴിച്ചിട്ട് പോളിയാ? മതി, നിറഞ്ഞു. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കാൻ പോയേ? അതിന് ഞാൻ ആവശ്യമില്ലാത്തൊന്നും ചോദിച്ചില്ലല്ലോ. ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ വീട്ടില് സന്തോഷത്തിന്റെ ഒരു തിരി തെളിഞ്ഞതുപോലെ അല്ലേ ഏട്ടാ? എല്ലാം കൊണ്ടും നമ്മുടെ ജീവിതത്തില് പഴയ സന്തോഷങ്ങളെല്ലാം തിരിച്ചു കിട്ടാൻ പോവാ. അത് സംഭവിക്കും. കേസ് ജയിച്ച പഴയ നെല്ലിശ്ശേരി വീട് നമ്മൾ തിരിച്ചു പിടിക്കും. എല്ലാം പഴയതുപോലെ ആകും. നെല്ലിശ്ശേരി വീട്ടില് പഴയതുപോലെ നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മൾ എല്ലാരും കൂടി ജീവിക്കും. ഏട്ടൻ വാ. ആ, എന്റെ അർച്ചനോട് ഇപ്പൊ കൂടുണ്ടായിരുന്നെങ്കില് ഈ വീട്ടിലെ സന്തോഷം 10 മടങ്ങ് വർദ്ധിച്ചാനെ.
എടോ താൻ വാ ഇരിക്കേ. വാടോ ഇരിക്കേ. എടോ താൻ ഈ വീട്ടിൽ വന്നിട്ട് 10 വർഷമായി. ഇത്രയും നാളുകൊണ്ട് നമുക്ക് പരസ്പരം അറിയാം. ഇന്ന് വരെ തനിക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടോ? പറയടോ. ഇല്ല. എന്നാ ഇതിനും തന്നെ ഞാൻ നിർബന്ധിക്കില്ലേ?